CPM ജില്ലാ സെക്രട്ടറിയും കുടുംബവും കൂടി നടത്തിക്കൊണ്ടിരിക്കുന്ന കൊള്ളയ്ക്ക് എല്ലാ സംരക്ഷണവും കഴിഞ്ഞ 3 വർഷമായി ജില്ലാ ഭരണകൂടത്തിന്റെ എല്ലാ വകുപ്പുകളുടെയും ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളതെന്ന് ഇടുക്കി ജില്ലാ മുൻ DCC പ്രസിഡന്റ് റോയ് കെ പോലോസ് കുറ്റപ്പെടുത്തി. രാജാക്കാട്ടിൽ മീഡിയ ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അനധികൃത പാറഖനനത്തിനെതിരെ ജില്ലാ കളക്ടർ തുടങ്ങിവെച്ച നടപടി മുന്നോട്ട് കൊണ്ടുപോകണമെന്നും നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട് സാധന സാമഗ്രികൾ ലഭിക്കുന്നതിനുള്ള പരിഹാരം സർക്കാർ കണ്ടെത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. നൂറുകണക്കിന് ലോഡ് ഓരോ ദിവസവും പോയിട്ടും ഒരു വണ്ടിയും ഒരു സംവിധാനവും കസ്റ്റഡി എടുത്തിട്ടില്ല. പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല, ജിയോളജി വകുപ്പ് കസ്റ്റഡി എടുത്തിട്ടില്ല, റവന്യൂക്കാർ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല, വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് കസ്റ്റഡി എടുത്തിട്ടില്ല. നേരെ മറിച്ച് പാവപ്പെട്ട ഒരുത്തൻ 5 സെന്റില് ഒരു വീട് വെക്കാൻ വേണ്ടിയിട്ട് അവിടെ 4 ലോഡ് മണ്ണ് മാറ്റിയാൽ അവന്റെ വണ്ടിയും പിടിക്കും, അവിടെ വരുന്ന JCBയും പിടിക്കും, പൊട്ടിക്കുന്ന ഇതും പിടിക്കും. ഇതെല്ലാം ചെയ്യാൻ നമ്മുടെ നാട്ടിൽ നിയമമുണ്ട്. പക്ഷെ CPM ജില്ലാ സെക്രട്ടറിയും കുടുംബവും കൂടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കൊള്ളയ്ക്ക് എല്ലാ സംരക്ഷണവുമാണ് ഈ കഴിഞ്ഞ 3 വർഷമായിട്ട് ഇവിടെ ജില്ലാ ഭരണകൂടത്തിന്റെയും എല്ലാ വകുപ്പുകളുടെയും ഭാഗത്തുണ്ടായിട്ടുള്ളത്. എന്തായാലും പുതിയ ജില്ലാ കളക്ടർ തുടങ്ങി വെച്ചിട്ടുള്ള നടപടികൾ അത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അത് മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ യഥാർത്ഥ കുറ്റം ചെയ്തിട്ടുള്ള ആളുകളുടെ പേരിലേക്ക് വേണം ഇതിന്റെ റോയൽറ്റി എന്ന് പറയുന്നത് അടപ്പിക്കേണ്ടത്. ഈ പാറ കൊണ്ടുപോയ ആളുകളുടെ പേരിൽ അതിന്റെ ഫൈൻ അടപ്പിക്കണം എന്ന് പറഞ്ഞാൽ CPM ജില്ലാ സെക്രട്ടറിയും കുടുംബാംഗങ്ങളും വേണം ഈ പണം അടയ്ക്കാൻ. രണ്ട് പാവപ്പെട്ട നാട്ടുകാരെ കൊണ്ട് അടപ്പിക്കരുത്. മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, ഇതിനൊരു പരിഹാരവും ഗവൺമെന്റ് ഉണ്ടാകും. അപ്പൊ നമ്മുടെ ഈ മേഖലയിലെല്ലാം ഹൈറേഞ്ച് മേഖലയിലെല്ലാം സർക്കാർ ഭൂമിയിൽ ഇഷ്ടം പോലെ പാറയിരിപ്പുണ്ട്. സർക്കാർ തരിശിൽ പാറയിരിപ്പുണ്ട്. എന്തായാലും എല്ലാ പട്ടയത്തിന് പൊട്ടിക്കാൻ പാടില്ല എന്ന് ഈ ഗവൺമെന്റ് തന്നെ തീരുമാനമെടുത്തിരിക്കുന്നു. അതവിടെ നിന്നോട്ടെ. അപ്പൊ ഈ സർക്കാർ തരിശില് ഗവൺമെന്റ് ഏതെങ്കിലും ഒരു സംവിധാനത്തിലൂടെ ഒന്നുകിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ ഏൽപ്പിക്കുകയോ അതല്ലാന്നുണ്ടെങ്കിൽ മറ്റേ ഗവൺമെന്റ് സംവിധാനം തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഇത് പാറ പൊട്ടിച്ച് ആവശ്യക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഇത് കൊടുക്കാൻ തയ്യാറാകും. ഇപ്പോൾ ഇതെല്ലാം നിന്ന് കഴിഞ്ഞപ്പോൾ മറ്റൊരു വലിയ രീതിയിലേക്ക് ഇതിന്റെ വാർത്ത വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാ ബോധപൂർവമായിട്ട് ഈ അനധികൃത ഖനനം നിന്ന് കഴിഞ്ഞപ്പോ ആ ഖനനം നടത്തിക്കൊണ്ടിരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള വാർത്തകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പല മാധ്യമങ്ങൾ ഇതിനു വേണ്ടി ജോലി ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം എന്താ, നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം നിലച്ചിരിക്കുന്നു, ആർക്കും ഒന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് ഈ അനധികൃത ഖനനം നടത്തണമെന്നല്ല അതിന് നമുക്ക് പറയേണ്ടത്. അതിന് ഗവൺമെന്റ് ബദൽ സംവിധാനം ഉണ്ടാക്കണം. അതിനുള്ള ഇഷ്ടം പോലെ പാറ ഇവിടെയുണ്ട്. അത് 2 or 3 പഞ്ചായത്തുകളുടെ ഇടയിലോ 3 or 4 പഞ്ചായത്തുകൾക്കിടയിലോ ഏതെങ്കിലും ഒരു സർക്കാർ തരിശ് അത് കണ്ടുപിടിച്ച് അവിടെ വളരെ വില കുറച്ച് ഗവൺമെന്റിന് കൊടുക്കാൻ പറ്റും.